നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് തിയേറ്ററിൽ പോയിട്ട് വരുന്ന സുഹൃത്തിൻ്റെ അടുത്ത് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നായകൻ്റെ ഇൻട്രോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഒരു സിനിമയിലെ നായകൻ അല്ലെങ്കിൽ വില്ലൻ അവരുടെ പവർ മാക്സിമം കാണിക്കുന്ന രീതിയിലുള്ള ഇൻട്രോസ് സംവിധായകർ കൊടുക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ പവർ മാത്രമല്ല, അവരുടെ കുറവുകളും അവരുടെ സ്വഭാവത്തിൻ്റെ ഡീറ്റെയിലിങ്ങും കൃത്യമായ ഇൻട്രോയിലൂടെ പറഞ്ഞ ഒരു സിനിമയുണ്ട്, കുമ്പളങ്ങി നൈറ്റ്സ്. ഇതിൽ ഒരാളുടെ മാത്രമല്ല, ആ 4 സഹോദരന്മാരുടെയും ഇൻട്രോ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യമായി ഫ്രാങ്കി എന്ന കഥാപാത്രത്തെയാണ് സംവിധായകൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫുട്ബോൾ ഗോൾ പോസ്റ്റിലേക്ക് പന്തുമായി നീങ്ങുന്ന ഫ്രാങ്കി തൻ്റെ സുഹൃത്തിന് പന്ത് കൈമാറി ഗോൾ അടിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിലൂടെ ഫ്രാങ്കി ഒരു ടീം പ്ലെയർ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ആ കുടുംബത്തിലും ഫ്രാങ്കി ഒരു ടീം പ്ലെയർ ആയിരുന്നു. സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. രണ്ടാമതായി ബോബി എന്ന കഥാപാത്രത്തെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ഫോക്കസ് ബ്ലറിൽ സന്ധ്യാസമയത്ത് കയ്യിലൊരു സ്പീക്കറുമായി വീട്ടിലേക്ക് കടന്നു വരുന്ന ബോബിയാണ് നമ്മൾ കാണുന്നത്. ആളുടെ ഓരോ നീക്കങ്ങളും ആളൊരു അലസനാണെന്ന് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ആ സ്പീക്കറിൽ നിന്ന് വരുന്ന മ്യൂസിക് ആൾക്ക് ആളുടേതായ ഒരു സ്റ്റൈലുണ്ടെന്നും ആൾക്ക് ആളുടേതായ ഒരു താളമുണ്ടെന്നും കൂടെ രജിസ്റ്റർ ചെയ്യുന്നു. ഷർട്ട് ഒന്ന് മടക്കിക്ക്, ഇവിടം വരെ മടക്കും. ഓക്കെ അല്ലേ? മൂന്നാമതായി സജി എന്ന ക്യാരക്ടറിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ബോബി ഹാളിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബെഡ്റൂമിൻ്റെ ഡോറ് തുറന്ന് ഫ്രെയിമിലേക്ക് വരുന്ന സജിയാണ് നമ്മൾ കാണുന്നത്. ആ ഡോറ് തുറക്കുന്ന സ്റ്റൈലിലൂടെ ആൾക്ക് ഒരു വെപ്രാളമുണ്ടെന്നുള്ള സൂചന നൽകുന്നു. സിനിമയുടെ പല ഘട്ടങ്ങളിലായി ഈ വെപ്രാളം നമുക്ക് കാണാൻ കഴിയും. നീ ഉണ്ടായിട്ടുള്ളൂട്ടാ, സജി നീ മാത്രം ഉണ്ടായുള്ളൂട്ടാ, സജി. അവസാനമായി ബോണി എന്ന ക്യാരക്ടറിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പുഴയിലൂടെ തൻ്റെ സുഹൃത്തിനൊപ്പം വഞ്ചിയിൽ വീട്ടിലേക്ക് വരുന്നൊരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. പുഴ ശാന്തമാണ്, ബോണിയും അങ്ങനെയാണ്, സംസാരിക്കില്ല. രണ്ടാമതായി പുഴ അഴുക്ക് നീക്കി ഒഴുകിക്കൊണ്ടിരിക്കും. ബോണിയും അങ്ങനെയാണ്, ആൾ പ്രോഗ്രസീവായുള്ളൊരു വ്യക്തിയാണ്.